രാവിലെ തന്നെ നല്ല മഴയാണ്. ബ്രൈഡും രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. പിന്നെ ഈയിടെയായിട്ട് ഫുൾ ന്യൂസ്, ഡിസ്റ്റർബിങ് ന്യൂസ് തന്നെയാണ് കുറേ കേൾക്കുന്നത്. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നൊരു സമയമാണിത്. ദിസ് ഈസ് ദ എൻഡ് ടൈംസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ. അപ്പോൾ രാവിലെ ബ്രൈഡ് വന്ന് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബ്രൈഡിൻ്റെ ബൊക്കെയാണ് ഇത്, ഒരു ആർട്ടിഫിഷ്യൽ ബൊക്കെയാണ്. അതിൻ്റെ കൂടെ ഫാനൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അത് ചാർജിലിട്ടേക്കുവാണ്. സോ ഈ മുറിയിലാണ് നമ്മുടെ മേക്കപ്പ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഹാൻഡ് മേക്കപ്പ്, ബോഡിയിലിടാനുള്ള മേക്കപ്പ്, ക്രിമ്പിങ്, കുറച്ച് ക്ലെൻസിങ്, ഫേസ് പ്രപ്പിങ്, അതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കും. സോ ദിസ് ഈസ് ബ്രൈഡ് നവ്യ. നവ്യയുടെ വെഡ്ഡിങ് ഡേ ആണ് ഇന്ന്. വെഡ്ഡിങ് ഡേയുടെ തലേന്നൊക്കെ നല്ലതായിട്ട് ഉറങ്ങണമെന്നൊക്കെ എല്ലാ ബ്രൈഡ്സിന് ആഗ്രഹം ഉണ്ടെങ്കിലും സാഹചര്യങ്ങൾ കാരണം ഉറക്കമൊക്കെ ഇത്തിരി ഷോർട്ടായിരിക്കും. അപ്പോൾ ഈ രാവിലെ തന്നെ റെഡിയാവാൻ വരുമ്പം കുറച്ച് ഉറക്ക ക്ഷീണത്തിലായിരിക്കും എല്ലാ ബ്രൈഡ്സും തന്നെ ഇരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും പ്രിഫറൻസ് ഉണ്ടോ ചെയ്യാൻ? ലെൻസ് എന്ത് കളറാ വെച്ചാൽ? സ്പൈസി ഗ്രീൻ. വെഡ്ഡിങ്ങിന് ഇന്ന് ഗൗണാണല്ലോ ഉടനെ. ഗൗണിൻ്റെ കൂടെ സിമ്പിളായിട്ടുള്ള ഓർണമെൻറ്റ്സാണ് ഇപ്പോൾ എല്ലാ ബ്രൈഡ്സും തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു പെൻഡൻറ്റ് വിത്ത് ചെയിൻ, പിന്നെ കുറച്ച് മോതിരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ 2-3 ടൈപ്പ് ഓഫ് ഇയറിങ് കൂടി ബ്രൈഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് നോക്കിയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഗ്രേ കളർ ലെൻസൊക്കെ വെച്ച് ഐ മേക്കപ്പ് സിമ്പിളായിട്ടുള്ളത് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫേസ് ഡീപ്പായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക, ക്ലെൻസ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് സ്റ്റെപ്പുകളൊക്കെയാണ്. നവ്യയ്ക്ക് ബേസിക്കലി ഒരു ക്ലിയർ സ്കിന്നാണ്. അധികം പിമ്പിൾസോ ആക്നെ മാർക്സോ ഒന്നും ഇല്ലാത്ത ഒരു സ്കിൻ ടൈപ്പാണ്. പിന്നെ അണ്ടർ ഐ ഏരിയ അറൗണ്ട് ദ മൗത്തൊക്കെ ചെറിയൊരു കവറേജ് വേണം. ഒരു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ് ബ്രൈഡിൻ്റെത്. പ്രെപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ബേസ് ചെയ്തിട്ട് ഒരു എയർ ബ്രഷ് മേക്കപ്പാണ് ചെയ്തത്. ഇത് രാവിലെ തന്നെ ഫോട്ടോഷൂട്ടിനാണ് ബ്രൈഡ് പോകുന്നത്. അത് കഴിഞ്ഞ് കുറേ അവേഴ്സ് കഴിഞ്ഞിട്ടേ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടുള്ള ഫംഗ്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു ലോങ് ലാസ്റ്റിംഗ് ബേസാണ് ബ്രൈഡിന് വേണ്ടത്. ആൻഡ് ഓൾസോ മാറ്റ് ലിപ് ഷെയ്ഡ് ബ്രൈഡ് പ്രിഫർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഒരു ഗ്ലോസി ലിപ് ഷെയ്ഡ് പിങ്കിഷ് ടോണിൽ വേണമെന്നായിരുന്നു ബ്രൈഡിൻ്റെ ആഗ്രഹം. അപ്പോൾ ഒരു ബ്രൗണിഷ് പിങ്ക് ടോൺ, പിങ്ക് കൂടുതൽ വരുന്ന ഒരു ലിപ് ഷെയ്ഡാണ് ഞാൻ ആഡ് ചെയ്തത്. പിന്നെ മേക്കപ്പ് നല്ല ലാസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റിംഗ് സ്പ്രേ കൂടി. നവ്യയുടെ ഐബ്രോ വെരി ലൈറ്റ് ടോൺ ആണ്. അത് ഒന്നും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഐബ്രോ ചെയ്തത്. സാധാരണ ഞാൻ ക്രിസ്ത്യൻ ബ്രൈഡ്സിന് ഒരുപാട് ഐബ്രോ ഡാർക്കൻ ചെയ്യാറില്ല. ബട്ട് ഈ ഫേസിന് എനിക്ക് കുറച്ചുകൂടി ഡാർക്കൻ ചെയ്യാൻ തോന്നി. അതുകൊണ്ടാണ് ഇത്രയും ഒരു കളറിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ മേക്കപ്പൊക്കെ ഏകദേശം കഴിഞ്ഞു. മേക്കപ്പിൻ്റെ ക്ലോസർ ലുക്ക് ഇനി ഞാൻ കാണിക്കാം. അപ്പോൾ ഫുൾ കേൾസൊക്കെ ഇട്ട് കഴിഞ്ഞു കേട്ടോ. മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതെല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇനി മെയിൻ ആയിട്ടുള്ള ക്രൗൺ ഏരിയയിലുള്ള സ്റ്റൈലിംഗ് ആണ്. ഞങ്ങളുടെ സ്റ്റുഡിയോ വരുന്നത് എറണാകുളത്ത് എടപ്പള്ളിയാണ്. എനിക്ക് ഒരുപാട് കമൻറ്റ്സ് എവിടെയാണെന്ന് ചോദിച്ചിട്ട് വരുന്നുണ്ട്. സ്ക്രീനിൽ കാണുന്ന ഈ നമ്പർ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറാണ്. ഇതിൽ നിങ്ങൾ എൻക്വയറി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. സെൻറ്റർ പാർട്ടീഷൻ ആണോ? ആണുള്ളത്. ഇതാ ഇതുപോലത്തെ കുറേ ഹെയറിൻ്റെ പേൾ ആക്സസറീസ് ഇവിടെയുണ്ട്. ഓഫ് വൈറ്റ്, യെല്ലോ, പ്യുവർ വൈറ്റ്, അങ്ങനെ ഒരുപാട് ഷെയ്ഡ്സുകളുണ്ട്. ഇനി കളേഴ്സിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് എവിടുന്നാണ് മേടിക്കുന്നതെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഞങ്ങൾ മേടിക്കുന്നതല്ല, അമ്മ തന്നെ ഇത് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്ന കേട്ടോ ഓരോ പീസും. ബ്രൈഡ് ഈ വെഡിങ് ലുക്ക് ഒരു ഈസി സ്റ്റൈലിംഗ് ആണ് ആഗ്രഹിക്കുന്നത്. അധികം അപ് ഡു ആൻഡ് ഡൺ വിത്ത് ഒരുപാട് ഡീറ്റെയിലിംഗ് ഒന്നും ഇല്ലാത്ത പോലെ, അതിന് പറ്റിയ പോലത്തെ ഒരു സോഫ്റ്റ് ബ്ലഷ്ഡ് മേക്കപ്പ് ലുക്കും കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ബ്രൈഡിന്. ഹെയറിൽ ഷീ ആസ്ക് ഫോർ നോ ക്ലിപ്പിംഗ്. ബട്ട് ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഒരുപാട് ഹ്യൂമിഡ് ആയതുകൊണ്ട് ഒരുപാട് ലൂസായിട്ട് ചെയ്തില്ല, നേരിയ ക്ലിപ്പിംഗ് കൊടുത്തിട്ടാണ് ഈ ഹെയർ സ്റ്റൈലിംഗ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബ്രൈഡിന് ഏകദേശം മാച്ച് ആവുന്ന പോലത്തെ കുറച്ച് ഹെയർ പീസുകൾ വെച്ചിട്ടുണ്ട്. ഇനി ബ്രൈഡിൻ്റെ ഇഷ്ടമുള്ള ഒരു പീസ് ബ്രൈഡിന് തന്നെ ഓപ്റ്റ് ചെയ്യാൻ കൊടുത്തേക്കുവാണേ. ഇതാകുമ്പോ കുറച്ച് പിങ്ക് ഉണ്ട്. പിങ്ക് ക്രിസ്റ്റൽസ് ആണ്. പക്ഷെ ഇത് ക്രിസ്റ്റലാണ്, എന്നാലും പിങ്ക് ഷെയ്ഡ് ഉണ്ടല്ലോ. അതെ, ഒരു റോസ് ഗോൾഡിന്റെ ഓണിയൻ പിങ്ക് ആണല്ലോ സെക്കൻഡ് സാരി. അതാണ് നോക്കിയത്, പക്ഷെ എനിക്ക് ബ്രൗൺ കിട്ടിയില്ല. സാരിയോ? കോഫി ബ്രൗൺ.
എല്ലാവരും എടുക്കുന്നത്. ബ്രൈഡ് അടുത്ത് കൊടുക്കാൻ പോകുന്ന സാരി ഒരു ഒനിയൻ പിങ്ക് കളറാണ്. അതുകൊണ്ടും കൂടിയിട്ട് ഒരു പിങ്ക് ക്രിസ്റ്റലും കൂടി കൂട്ടി ചേർത്ത ഒരു ഹെയർ പീസാണ് ബ്രൈഡ് ഓപ്റ്റ് ചെയ്തത്. അതിന് കറൻ്റ്ലി നോക്കുമ്പം ഒരുപാട് പിങ്ക് കളറില്ല. അതുകൊണ്ട് ഈ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഗൗണിൻ്റെ കൂടെ ഓക്കെയാണ്. അടുത്ത സാരി മാറുമ്പോഴും അത് ചേർന്ന് പോകും. ബ്രൈഡ് ആദ്യമേ ഒരു പിങ്ക് ലിപ് ടോൺ പറഞ്ഞല്ലോ, അതും അടുത്ത സാരിയുടെ കൂടെ ഓക്കെയാണ്. അന്നേരം ലിപ്സ്റ്റിക്കും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഡ്രസ്സ് മാത്രം ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. അവിടെ ട്വിസ്റ്റ് ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ പിക്ചറിൽ കാണിച്ച പോലെ ലൂസ് ആയിട്ട് അഴിച്ചിരുന്നതാണ് ഫുട്ടപ്പ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ക്രിസ്ത്യൻ വെഡ്ഡിംഗ് ലുക്സിൽ കൂടുതലും ഞങ്ങൾ പ്രിഫർ ചെയ്യുക ഹെയർ അപ്ഡൂസ് ആണ്. അപ്ഡൂസിൽ നമുക്ക് ഒരുപാട് സ്റ്റൈൽസുകളുണ്ട്. ഹെയർ ലൂസിലും സ്റ്റൈലിങ്സ് ഉണ്ട്, എന്നാലും അതിനേക്കാളും ഒരുപാട് വേറിട്ട സ്റ്റൈൽസ് അപ്ഡൂസിലുണ്ട്. പിന്നെ അതുപോലെ കെട്ടിവെക്കുമ്പം ഒരു പ്രത്യേക ഭംഗിയാണ്. ആൻഡ് ഓൾസോ നമ്മൾ ഇടുന്ന ഗൗണൊക്കെ നല്ലതായിട്ട് വിസിബിളായിട്ട് കാണുകയും ചെയ്യും. മുടി കാരണം ഒന്നും ഹൈഡായി പോവില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അത് ഫുള്ളി അപ് ടു ബ്രൈഡ്സ് ഇൻട്രസ്റ്റ് ആണ്. ബ്രൈഡ്സിന് മുടി അഴിച്ചിടാനാണ് ഇഷ്ടം, അവരതാണ് കംഫർട്ടബിൾ എങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും ബ്രൈഡിന് ചെയ്ത് കൊടുക്കുക. ബ്രൈഡ് ആദ്യം കാണിച്ച റെഫറൻസ് അനുസരിച്ച് ഹെയർ ഒരുപാട് ഫ്രണ്ടിൽ നല്ലതായിട്ട് ലീവ് ചെയ്തിരുന്നുണ്ട്. അങ്ങനെ ഒരു ഫുൾ ലീവിങ് വരാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് കേൾ ബാക്ക് ചെയ്ത് ക്ലിപ്പ് ചെയ്ത് ചെറുതായിട്ട് പിൻ ചെയ്തിട്ട് ഫ്രണ്ടിൽ 2 സ്ട്രാൻഡ്സ് മാത്രം ഇടുന്നത്. അന്നേരം ആ രണ്ടും കൂടി കൂടുമ്പം ഒരുപാട് ഹെയർ വിട്ടതുപോലെ തോന്നും, എന്നാൽ അത് സേഫായിട്ട് തന്നെ ഹെയർ സ്റ്റൈൽ ഇരിക്കുകയും ചെയ്യും. പല ഈവനിങ് വെഡ്ഡിങ്സിനും ബ്രൈഡ്സ് ഒരുപാട് രാവിലെയാണ് റെഡി ആവാനായിട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോഴും ഇതിപ്പോൾ ഒരു ഈവനിങ് വെഡ്ഡിങ് അല്ല, ഉച്ചയ്ക്കത്തെ വെഡ്ഡിങ് ആണ്. എന്നാൽ തന്നെ രാവിലെ ഒരുപാട് നേരത്തെ ഫോട്ടോഷൂട്ട് ഉണ്ടാകും. ഈ ഫോട്ടോഷൂട്ട്സൊക്കെ കഴിഞ്ഞ് പിന്നെ ചർച്ചിലെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടായിരിക്കും ഗസ്റ്റുകൾ കാണുന്നത്. അപ്പം കുറച്ച് സെക്യൂർ ആയിട്ടുള്ള സ്റ്റൈൽസ് ചെയ്യുന്നതാണ് കൂടുതൽ സേഫും നമ്മുടെ ഈ ക്ലൈമറ്റ് അനുസരിച്ചിട്ട്. ഈ ഹെയർ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് കുറച്ച് എക്സ്റ്റൻഷനും കൂടി വെച്ചിട്ടാണ്. എന്നാലും ബ്രൈഡിൻ്റെ ഹെയർ ലെങ്ത്ത് കീപ്പ് ചെയ്തുകൊണ്ട് ഹെയർ എക്സ്റ്റൻഷൻ വെക്കുമ്പം അതത്ര അറിയാത്ത രീതിയിൽ നാച്ചുറൽ ലുക്കിംഗ് ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ കുറച്ച് നമുക്ക് കട്ട് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. അന്നേരം കുറച്ചും കൂടി കട്ട് ചെയ്ത് കളയാണ് ബ്രൈഡിൻ്റെ ഒരു ഹെയർ ലെങ്ത്തിൽ വരുന്നതനുസരിച്ചിട്ട്. ബ്രൈഡിൻ്റെ ഗൗൺ ഒരു ബോൾ ഗൗൺ ഫിനിഷായിരുന്നു, മെർമെയ്ഡ് ഒന്നും അല്ല. അതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് സ്ലീവ്സ് കൂടിയിട്ടുണ്ട്, ചർച്ച് ഫംഗ്ഷനൊക്കെ ആയിട്ട്. അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് പീസായിരുന്നു. ഇപ്പോൾ ഏകദേശം ഹെയർ സ്റ്റൈൽ ഫിനിഷായി, ഇനി വെയിൽ കൂടി ഇട്ട് വെക്കാനുണ്ട്. ഇതാണ് ബ്രൈഡിൻ്റെ ബൊക്കെ. കാസ്കേഡ് ഷേപ്പിൽ വരുന്ന ഒരു ബൊക്കെയാണ്. പീച്ച് വൈറ്റ് ഫെലനോപ്സിസ് ഒക്കെ വരുന്ന പോലെ. ആൻഡ് ഒരു ഭംഗിയുള്ളൊരു ഗ്രീൻ കളർ ലീഫും. നല്ല ബൊക്കെയാണ്, നല്ല രസം. കാസ്കേഡ് ബൊക്കെയൊക്കെ നല്ല ഇതാ നേരത്തെ നമ്മൾ സെലക്ട് ചെയ്ത ഹെയർ പീസാണ്. ഇതിൽ ക്രിസ്റ്റൽ പിങ്ക് കളറാണ്. ഇതിൽ ക്യാമറയിൽ കറക്റ്റായിട്ട് കിട്ടുന്നില്ല, ബട്ട് ക്രിസ്റ്റൽ പിങ്ക് സ്റ്റോൺസ് കൂടിയിട്ടുണ്ട്. വെഡ്ഡിങ് ഗൗണിൻ്റെ ബാക്കിൽ ഫുള്ള് പേൾസിൻ്റെ ഒരു ഹുക്സ് ആയിരുന്നു. അതെല്ലാം ഓരോന്നും ഇത് ഇടണം. ഇതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്, ബട്ട് എൻ്റെ നല്ല ഭംഗിയുള്ളൊരു ഫിനിഷിങ് കൂടി കിട്ടും. Okay, happy married life. Thank you. God bless you. God bless you. ഇപ്പോൾ നമ്മൾ ബ്രൈഡിൻ്റെ ഫുൾ മേക്ക് ഓവർ കണ്ടു. ഹൗ വി ഡിഡ് ദ മേക്കപ്പ്, ദ ഹെയർ ആൻഡ് ഹൗ വി അറേഞ്ച്ഡ് എവറിത്തിങ് ടുഗെദർ.
ഓൾ ടുഗെദർ നവ്യ ഒരു സുന്ദരി ബ്രൈഡായതിൻ്റെ എവറി ബിറ്റാണ് നമ്മളിപ്പോൾ കണ്ടത്. മേക്കപ്പും ഹെയറും എല്ലാം ബ്രൈഡിൻ്റെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എല്ലാം ബ്രൈഡിൻ്റെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് എത്തിയോ? ആൻഡ് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നൊന്ന് കമൻസിൽ ഷെയർ ചെയ്യാമോ? ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. നിങ്ങൾക്ക് സോഫ്റ്റ് മിനിമൽ വെഡ്ഡിങ് ലുക്സ് ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ആൻഡ് മേക്ക് ഓവർ ലുക്സ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസായിട്ട് ഇനിയും നമുക്ക് കാണാനായിട്ട് കഴിയും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഒരു കാര്യം കൂടി ഒന്ന് കമൻറ്റിൽ പറയണേ, ഇതുപോലെ ലോങ് വീഡിയോസ് കാണാൻ ഇഷ്ടമാണോ, അതോ ഞങ്ങൾ ഇതുവരെ അപ്ലോഡ് ചെയ്തിരുന്ന പോലെയുള്ള ഷോർട്ട് വീഡിയോ കണ്ടൻസാണോ നിങ്ങൾക്ക് ഇഷ്ടം? അത് കൂടിയിട്ടൊന്ന് കമൻറ്റിൽ ഷെയർ ചെയ്തേക്കണേ. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ജെനി പ്രൊഫഷണൽ മേക്കപ്പ്. ബൈ ഫോർ നൗ.